ഇന്ന് വളരെയധികം കോമൺ ആയി എല്ലാവരിലും കാണപ്പെടുന്ന ഒന്നാണ് വെരിക്കോസ് വെയിൻ. കാലിലെ ഞരമ്പുകൾ തടിച്ചുയർത്ത് കാണപ്പെടുന്നതാണ് വെരിക്കോസ് വെയിൻ്റെ പ്രധാന ലക്ഷണം. ഒരുപാട് നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരിലും ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുന്നവരിലുമാണ് വെരിക്കോസ് വെയിൻ സാധാരണ കാണപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഒക്യുപേഷണൽ ഡിസോർഡർ ആയിട്ടാണ് വെരിക്കോസ് വെയിൻ കണക്കാക്കപ്പെടുന്നത്. വെരിക്കോസ് വെയിൻ്റെ തുടക്കങ്ങളിൽ ചിലന്തി വല പോലെയാണ് വെയിനുകൾ കാണപ്പെടാറുള്ളത്. പിന്നീട് കൂടുതൽ കഴിയുന്തോറും ഞരമ്പുകൾ തടിച്ചു വരാനും നീരു വരാനുമുള്ള സാധ്യത കൂടുതലാണ്. വെരിക്കോസ് വെയിൻ ശ്രദ്ധിക്കാതിരുന്നാൽ കൂടുതൽ കോംപ്ലിക്കേഷനായി വ്രണമായി രൂപപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അസഹ്യമായ കാലുവേദന, ചൊറിച്ചിൽ, സ്കിന്നിലെ നിറവ്യത്യാസം ഇതെല്ലാം വെരിക്കോസ് വെയിൻ്റെ അനുബന്ധ പ്രശ്നങ്ങളാണ്. ഇനി വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം കഴിക്കാതിരിക്കാം എന്നുള്ളതൊക്കെ നോക്കാം. ഇഞ്ചി, ചെറുനാരങ്ങ, ബെറി ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം വെരിക്കോസ് വെയിൻ ഉള്ളവർ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ശതാവരി സ്പ്രൗട്ട്സ് ഉപ്പേരിയോ തോരനോ ആക്കി കഴിക്കുന്നതും വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർ പാല്, പയറുവർഗ്ഗങ്ങൾ, ഉഴുന്ന്, ആൽക്കഹോൾ, മൈദ, സോൾട്ടി ഫുഡ് ഇതൊക്കെ ഒഴിവാക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർ കാർബോഹൈഡ്രേറ്റ്സ് ഇൻടേക്ക് ലിമിറ്റ് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം കാർബോഹൈഡ്രേറ്റ്സ്, ഉഴുന്ന് തുടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് മൂലം വെരിക്കോസ് വെയിൻ അൾസർ ആയിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ്. വെരിക്കോസ് വെയിൻ ഉള്ളവർ വീട്ടിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ നോക്കാം. ഒരു ബാൻഡേജ് താഴത്തു നിന്ന് മുകളിലേക്ക് കെട്ടിവെക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ കംപ്രഷൻ സ്റ്റോക്കിങ്സ് യൂസ് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഓയിൽ ചൂടാക്കി താഴത്ത് നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. കാലിൻ്റെ പൊസിഷൻ എപ്പോഴും ഹാർട്ടിൻ്റെ മുകളിലേക്ക് എന്നുള്ള രീതിയിൽ ഉയർത്തി വെക്കാൻ ശ്രദ്ധിക്കണം.